ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, ആരാധനാക്രമ മത്സരത്തിലെ പള്ളിക്കൂദാശ കാലഘട്ടത്തിലെ സമാപന ഞായറാഴ്ചയാണിന്ന്. ഇന്ന് തിരുസഭയിൽ ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കുന്നു. രാജാക്കന്മാരുടെ രാജാവായവനെ പിതാവായ ദൈവം ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും രാജാവായി ഉയർത്തുന്ന ദിനമാണെന്ന്. അതുകൊണ്ട് തന്നെ രക്ഷാകര ചരിത്രം അതിൻ്റെ സമ്പൂർണതയെ തൊട്ട ദിനമാണ് എന്ന് വിശേഷിപ്പിക്കാം. നമ്മളെല്ലാവരും ഈ രാജാക്കന്മാരുടെ രാജാവായ മിശിഹായുടെ അനുയായികളാണ്. നമ്മുടെ രാജാവിൻ്റെ പ്രത്യേകതകളെ ധ്യാനിക്കുകയും ആ രാജത്വ ശൈലിയെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് അനുകരിക്കുകയും ചെയ്യുമ്പോഴാണ് രാജാവിനെ വിശ്വസ്തയോടെ അനുഗമിക്കുന്ന അനുയായികളായി നമ്മൾ മാറുന്നുള്ളൂ. എന്തെല്ലാം ശൈലികളാണ് നമ്മുടെ പ്രിയം നിറഞ്ഞ മിശിഹ രാജാവിനുള്ളതെന്ന് ഇന്നേ ദിനം നമുക്ക് വിചിന്തനം ചെയ്യാം. ഒന്നാമത്തെ രാജത്വ ശൈലി, സാധാരണ രാജാക്കന്മാർ കൽപ്പിക്കുന്നവരാണ്. അണികളോട് കൽപ്പിച്ച് ആ കൽപ്പന നിറവേറ്റുവാൻ വേണ്ടി അധികാരം പ്രയോഗിക്കുന്നവരാണ് രാജാവ്. പക്ഷെ നമ്മുടെ മിശിഹ രാജാവ് കൽപ്പിക്കുന്ന ഒരു രാജാവല്ല, മറിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു രാജാവാണ്, സേവിക്കുന്ന ഒരു രാജാവാണ്. അരക്കച്ച ചുറ്റി മേലങ്കിയൊക്കെ എടുത്തു മാറ്റി അണികളുടെ പാദങ്ങളെ കഴുകുന്ന രാജാവാണ്. ഒരു ശുശ്രൂഷയുടെ ഒരു രാജ്യത്വ ശൈലി അനുയായികളായ നാം എല്ലാവരും സ്വീകരിക്കണമെന്ന് നമ്മുടെ രാജാവായ, നമ്മുടെ ഹൃദയത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും സർവസ്വമായ ഈശോ രാജാവ് നമ്മോട് ഇതാ ആഹ്വാനം ചെയ്യുന്നു. ശുശ്രൂഷയുടെ രാജ്യത്വ ശൈലി, സേവനത്തിൻ്റെ രാജ്യത്വ ശൈലി സ്വന്തമാക്കുക. രണ്ടാമത്, ഈശോ എന്ന രാജാവിൻ്റെ വലിയൊരു പ്രത്യേകത വാക്കും പ്രവൃത്തിയും തമ്മിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പൊരുത്തമാണ്. എന്താണോ ക്രിസ്തു പ്രബോധനം നടത്തിയത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവനാണ്. ഒരു ഭൗമിക രാജാക്കന്മാരുടെ പ്രത്യേകത പലപ്പോഴും വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ പൊരുത്തമില്ല. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഫരീസയരും നിയമജ്ഞരുടെയും ജീവിതങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു പൊരുത്തമില്ലാത്ത കാപഢ്യത്തിന്റെ മനുഷ്യരായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷത്തിൽ ഈശോ വളരെ വ്യക്തമായി വചനത്തിലൂടെ നമ്മോട് പറയുന്നു, ഈശോ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവമാണ് കാപഢ്യം, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തമില്ലായ്മ. എവിടെ എൻ്റെ വാക്കുകളും പ്രവൃത്തിയും പൊരുത്തമുണ്ടാകുന്നുവോ ആ പൊരുത്തത്തിന് ഈശോ രാജാവ് വലിയ വില കൊടുക്കുന്നുണ്ട്, അതിനെ മാനിക്കുന്നുണ്ട്. സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയ ഒരു രാജ്യത്വ ശൈലി, ശത്രുക്കളോട് ക്ഷമിക്കുവാനും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പഠിപ്പിച്ചവൻ സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി നമുക്ക് കാണിച്ചു തന്നു. നമുക്ക് ആ രാജ്യത്വ ശൈലിയെ നമുക്ക് അനുകരിക്കാം. വാക്കും പ്രവൃത്തിയും തമ്മിൽ, പ്രബോധനവും ജീവിതവും തമ്മിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു പൊരുത്തം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ രാജാവായ മിശിഹായെ നമുക്ക് യഥാർത്ഥത്തിൽ അനുഗമിക്കുന്ന അണികളായി നമുക്ക് മാറാം, അനുയായികളായി നമുക്ക് മാറാം. മൂന്നാമത്തെ ഈശോയുടെ രാജ്യത്വ ശൈലിയുടെ പ്രത്യേകത, ഭാരപ്പെടുത്താത്ത, ഭാരം ചുമക്കുന്ന രാജാവാണ്. അധികാരികൾ തങ്ങളുടെ കൂടെയുള്ളവരെ ഭാരപ്പെടുത്തുമ്പോൾ മിശിഹ രാജാവ് ഭാരപ്പെടുത്താതെ ഭാരം ചുമക്കുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായം 30-ാം വാക്യം, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്, നിങ്ങളൊക്കെ എൻ്റെ അടുക്കൽ വരുവിൻ. നിയമത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ചുമടുകൾ, ഭാരമേറിയ ചുമടുകൾ മനുഷ്യരുടെ തലയിൽ ചുമലിൽ വെച്ച് കെട്ടിയ നിയമജ്ഞരും ഫരീസയരുടെയും നടുവിൽ ഇതാ സ്നേഹത്തിൻ്റെ മധുരമായ കൽപ്പന നൽകിക്കൊണ്ട് മനുഷ്യന്റെ
ദുഃഖങ്ങളുടെ ഭാരമേറിയ കുരിശ് സ്വന്തം ചുമലിൽ താങ്ങി കുരിശിൽ സ്വന്തം ജീവൻ ബലി കഴിച്ച രാജാവ്. ആ രാജാവിൻ്റെ ജീവിത ശൈലിയെ അനുയായികളായി നമുക്ക് സ്വന്തമാക്കാം. കൂടെയുള്ളവരെ ഭാരപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിച്ചുകൊണ്ട് കൂടെയുള്ളവരുടെ ദുഃഖങ്ങളെ നമ്മുടെ ചുമലിൽ സ്വന്തമാക്കി ആ കുരിശുകൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ രാജാവിൻ്റെ പുറകെ അനുഗമിക്കുന്ന അനുയായികളായി മാറുമ്പോൾ നമ്മളെല്ലാവരും സ്വർഗീയ പൗരന്മാരായി ഇതാ രൂപാന്തരപ്പെടുമെന്ന് വ്യക്തമായി ഈശോ എന്ന രാജാവ് നമ്മെ പഠിപ്പിക്കുന്നു. നാലാമത് ഈശോ എന്ന രാജാവിൻ്റെ വളരെ മനോഹരമായൊരു ഗുണം തൻ്റെ ആധികാരികതയും രാജ്യത്വവും അത് വിശുദ്ധിയുടെയും വിനയത്തിൻ്റെയും ഗുണങ്ങളിലൂടെയാണ് പ്രകടമാക്കുന്നത്. ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന വിശുദ്ധിയുടെയും എളിമയുടെയും ഒരു ജീവിത മാതൃക നമുക്ക് കാണിച്ചെന്നുകൊണ്ട് അനുയായികളോട് ഈ രാജാവ് പറയുന്നു, നിങ്ങളുടെ ജീവിത ശൈലി അത് വിശുദ്ധിയുടെയും വിനയത്തിൻ്റെയും ജീവിത ശൈലി ആകുന്നിടത്ത് എന്നെ അനുഗമിക്കുന്ന യഥാർത്ഥ അനുയായികളായി മക്കളെ നിങ്ങൾ മാറുന്നു. വ്യക്തമായി രാജാവ് നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ്. പ്രിയ നിറഞ്ഞവരെ, ഈ 4 ജീവിത ശൈലികളെ മിശിഹാ രാജാവായ ഈശോയുടെ ആ ജീവിത ശൈലികളെ, മിശിഹായുടെ ജീവിത ശൈലികളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ കൊച്ചു ജീവിതം സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഒരു തീർത്ഥാടനമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും വിനയത്തിൻ്റെയും ശുശ്രൂഷയുടെയും കാപട്യമില്ലാത്ത ആത്മാർത്ഥതയുടെയും ജീവിതമാക്കി മാറ്റുവാൻ, കൂടെയുള്ളവരുടെ ദുഃഖങ്ങളെ സ്വന്തം ചുമലിൽ വെച്ചുകൊണ്ട് ആ കുരിശുമെന്നുകൊണ്ട് അവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് നടക്കുന്ന മക്കളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് നമ്മുടെ രാജാവായ നാഥനായ രക്ഷകനായ മിശിഹാ തമ്പുരാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.